ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന 3 സിനിമകളുടെ അപ്ഡേറ്റുകളും അതുകൂടാതെ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം, ഇന്ന് മെയ് മാസം 2-ാം തീയതിയാണ്, മെയ് മാസം 3-ാം തീയതി നാളെ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകൾ ഏതൊക്കെയെന്ന് നോക്കാം. അതിലൊന്നാമത്തെ സിനിമ ആടുജീവിതം എന്ന് പറഞ്ഞ സിനിമയാണ്. നമ്മുടെ പൃഥ്വിരാജ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത ബ്ലസ്സി സംവിധാനം ചെയ്ത സിനിമയായിരുന്നു ആടുജീവിതം എന്ന് പറഞ്ഞ സിനിമ. തിയേറ്ററിൽ ഏകദേശം 160 കോടിക്ക് മുകളിൽ ഈ സിനിമയെ കളക്ഷൻ നേടിക്കഴിഞ്ഞു. ഇപ്പോൾ തന്നെ ബ്ലോക്ക് ബസ്റ്ററാണ് ഈ സിനിമ. അപ്പോൾ ഈ സിനിമയുടെ OTT റൈറ്റ് സ്വന്തമാക്കിയിട്ട് Disney+ Hotstar ആണ്. Disney+ Hotstar ഈ സിനിമ എന്ന് റിലീസ് ചെയ്യുന്ന നോക്കിക്കഴിഞ്ഞാൽ മഞ്ഞുമൽ ബോയ്സ് റിലീസ് ചെയ്തതിന് ശേഷം, അതായത് മഞ്ഞുമൽ ബോയ്സ് മെയ് മാസം 5-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അതിനുശേഷം Disney+ Hotstar റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന മലയാള സിനിമയാണ് ആടുജീവിതം എന്ന് പറഞ്ഞ സിനിമ. മെയ് മാസം ലാസ്റ്റോടുകൂടി തന്നെ നമുക്ക് ഈ സിനിമ പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് ആവേശം എന്ന് പറഞ്ഞ സിനിമ, നമ്മുടെ ഫഹദ് ഫാസിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. അപ്പോൾ ഈ ഒരു സിനിമയുടെ OTT റൈറ്റ്സ് ആമസോൺ പ്രൈമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ കേൾക്കുന്ന റൂമറുകൾ പ്രകാരം, അതായത് ഇപ്പോൾ പല സ്ഥലത്തുനിന്നും റൂമേഴ്സ് കേൾക്കുന്നുണ്ട്, 2 ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിൽ OTT റിലീസ് ചെയ്യുന്നുള്ളത്. മെയ് മാസം 17 ഈ സിനിമ റിലീസ് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്ന ഒരു എക്സ്പെക്റ്റഡ് ഡേറ്റ് എന്ന് പറയുന്നത് മെയ് മാസം 17. ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ സർപ്രൈസ് റിലീസ് തന്നെയായിരിക്കും മിക്കവാറും. അവർ ഡേറ്റ് അനൗൺസ് ചെയ്യാതെ തന്നെയായിരിക്കും മിക്കവാറും ഈ ഒരു സിനിമ റിലീസ് ചെയ്യിക്കാം. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്തത് നമ്മുടെ രാജമൗലിയുടെ, അതായത് SS രാജമൗലിയുടെ കൂടാതെ നമ്മുടെ പ്രഭാസിൻ്റെയും ഏറ്റവും മികച്ച വിജയം സമ്മാനിച്ച സിനിമയായിരുന്നു ബാഹുബലി എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമയുടെ ആനിമേഷൻ സീരീസ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. ബാഹുബലി ക്രൗൺ ഓഫ് ബ്ലഡ് എന്നാണ് ഈ ഒരു ആനിമേഷൻ സീരീസിൻ്റെ പേര് വരുന്നത്. Disney+ Hotstarലാണ് ഈ സീരീസ് വരാൻ തയ്യാറെടുക്കുന്നത്. ഈ സീരീസിൻ്റെ ട്രെയിലറും കാര്യങ്ങളൊക്കെ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. അതുകൂടാതെ റിലീസ് ഡേറ്റും പുറത്തു വന്നിട്ടുണ്ട്. മെയ് മാസം 17-ാം തീയതി ഹിന്ദി ഭാഷയിലാണ് വരാൻ തയ്യാറെടുക്കുന്നത്. അപ്പോൾ ബാഹുബലി ക്രൗൺ ഓഫ് ബ്ലഡ് എന്ന ആനിമേഷൻ സീരീസ് മെയ് മാസം 17-ന് നമുക്ക് ഹിന്ദി ഭാഷയിൽ Disney+ Hotstarൽ ആസ്വദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ 3 അപ്ഡേറ്റുകളാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളായിട്ടുള്ളത്. ഇനി നമുക്ക് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെ നോക്കാം. മൊത്തം 13ഓളം റിലീസുകളാണുള്ളത്. അതിൽ ഒന്നാമത്തത് ഒരു ഹിന്ദി കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. 2 ബാൻഡ് റേഡിയോ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഈ ഒരു സിനിമ C5 റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ഒരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. അക്കല്ലി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ജിയോ സിനിമ വഴിയാണ് ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു തെലുങ്കു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഹാപ്പി എൻഡിങ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തെലുങ്ക് വഴിയാണ് ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തത് ഒരു ഇംഗ്ലീഷ് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. പ്രോം ഡേറ്റ്സ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. Disney+ Hotstar വഴി ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത ഹിന്ദി എന്നുള്ള ഒരു ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. അജയ് ദേവ്ഗൺ, ജ്യോതിക, അതുപോലെ തന്നെ മാധവ് എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഷെയ്ത്ത എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സ് വഴി ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. തിയേറ്ററിൽ നല്ലൊരു വിജയം കരസ്ഥമാക്കിയ സിനിമയായിരുന്നു ഈ ഒരു സിനിമ. അടുത്തത് റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. സിദ്ധാർത്ഥ് റോയ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തെലുങ്ക് വഴിയാണ് ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തത് ഒരു സീരീസാണ്, ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സീരീസാണ്, ഹിന്ദി സീരീസാണ്. ദ ബ്രോക്കൺ ന്യൂസ് എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ഈ ഒരു സീരീസിൻ്റെ 2ാമത്തെ സീസണാണ് C5 ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ഹിന്ദി ഭാഷയിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ. അടുത്തൊരു കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഇംഗ്ലീഷ് മൂവിയാണ്. അൺഫ്രോസ്റ്റഡ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. വോംബ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. വുമൺ ഓഫ് മൈ ബില്യൺ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. വോംബ് ഇംഗ്ലീഷ് ഭാഷയിലും ഹിന്ദി ഭാഷയിലും തമിഴ് തെലുങ്ക് ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു ഫാന്റസി കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. വോങ്ക എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ജിയോ സിനിമ, ആമസോൺ പ്രൈം, ബുക്ക് മൈ ഷോസ് എന്നീ OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു മലയാളം ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. പൊക എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്യുന്നതാണ്. ചിലപ്പോൾ ഈ ഒരു സിനിമ നാളെ വൈകിട്ട് റിലീസ് ഉണ്ടാവുള്ളൂ. വെയിറ്റ് ചെയ്യാം. അടുത്തത് ഒരു ഒരു ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കൊറിയൻ മൂവിയാണ്. ദ കില്ലർ, എ ഗേൾ ഹു ഡിസേർവ്സ് ടു ഡൈ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സോണി ലിവ് വഴി ഈ ഒരു സിനിമ കൊറിയൻ ഭാഷ കൂടാതെ ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് ഇപ്പോൾ മുതൽ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ് ഈ ഒരു സിനിമ സോണി ലിവിൽ.
അടുത്തത് ഹൻസിക പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ഹൊറർ മൂവിയാണ് ഗാർഡിയൻ എന്ന് പറയുന്ന സിനിമ. സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോം വഴിയും അതുപോലെ തന്നെ ആമസോൺ പ്രൈം ടെൻറ്റ് OTT പ്ലാറ്റ്ഫോം വഴി ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ട് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളാണ് ഇപ്പോൾ ഓൾറെഡി പിന്നെ അപ്ഡേറ്റ്സ് വന്നിട്ടുള്ള സിനിമകളായിട്ടുള്ളത്. ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യുന്ന, അതായത് മെയ് മാസം 3-ാം തീയതി റിലീസ് ചെയ്യുന്ന സിനിമകളും സീരീസുകളും ലിസ്റ്റ് വന്നത് ഇതാണ്. അപ്പോൾ വേറെ സിനിമകൾ റിലീസ് ചെയ്യുക, വേറെ സിനിമകൾ സർപ്രൈസ് റിലീസുകൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ആമസോൺ പ്രൈമിൽ ഏതെങ്കിലും മലയാള സിനിമകളോ തമിഴ് സിനിമകളോ ഹിന്ദി സിനിമകളൊക്കെ ചിലപ്പോൾ സർപ്രൈസ് ആയി റിലീസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ചിലപ്പോൾ നമ്മുടെ പിന്നെ ഗോഡ്സില്ല -1 എന്ന് പറഞ്ഞ സിനിമയുടെ പിന്നെ ഇംഗ്ലീഷ് വേർഷൻ ആമസോൺ പ്രൈമിൽ ചിലപ്പോൾ ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യുന്നതാണ്. ഓക്കെ, ജപ്പാനീസ് ഭാഷയിൽ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തിരുന്നു പിന്നെ ഗോഡ്സില്ല -1 എന്ന് പറഞ്ഞ സിനിമ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ലിസ്റ്റിലേക്ക് സിനിമകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.